പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മനസ്സിന് എന്താണെന്ന് അറിയില്ല, വല്ലാത്തൊരു ടെൻഷൻ. കാരണം സൗദി അറേബ്യയിൽ കോവിഡ് പടർന്നുകൊണ്ടിരിക്കുകയാണ്, ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ന്യൂസൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ അവിടെയൊക്കെ ആയിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു വിഷമം മനസ്സിന് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഈ ഇരുത്തം കുറേ സമയം നമ്മൾ ഇരുന്നു. ലാസ്റ്റ് തോന്നി ഈ ഇരുത്തം കൊണ്ട് നമുക്ക് മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ അവിടെ നിന്ന് എണീറ്റു, പുറത്തിറങ്ങി കുറേയൊക്കെ വീണ്ടും ആലോചിച്ച് നോക്കി, കഴിഞ്ഞില്ല. അവസാനം മുറ്റത്തേക്ക് ഇറങ്ങി. എന്തെങ്കിലും ഒരു വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി കാര്യം കണ്ടെത്തണമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴാണ് എനിക്കെപ്പോഴും എൻ്റെ പ്ലാൻസാണ് സന്തോഷം തരുന്നത്. എൻ്റെ മക്കളും അത് കഴിഞ്ഞാൽ എൻ്റെ പ്ലാൻസുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. ഇവരെ ഓരോ നാമ്പുകൾ പൊട്ടി വരുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷം പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് അവർക്ക് വളം കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ ഉള്ളൊരു വല്ലാത്തൊരു ഫീലിങ്. ഇപ്പോൾ എൻ്റെ CC പ്ലാന്റിന് ഒരു പുതിയ നാമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് സ്നേഹിച്ച് തലോടി ഒരല്പ നിമിഷം അതിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് പിന്നെ പുറത്തേക്ക് പോയത്. അല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ചെടികളും കിളികളും ഒരുപാട് എനിക്ക് സന്തോഷം തരുന്നുണ്ട്. അവർ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പം ഞാൻ ഇതുപോലെ കുറച്ച് പയർമണികളൊക്കെ നട്ടിട്ടുണ്ട്. ഒക്കെ ഇതാ മുട്ടുകുത്തി എണീറ്റ് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച കാണാൻ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. കാരണം അവരെ ഒരു വളർച്ചയുടെ ഘട്ടങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. മണ്ണൊക്കെ ഇടർത്തി അവരിങ്ങനെ ആദ്യം മുട്ടുകുത്തി നിന്ന് പിന്നെ എണീറ്റ് നിന്ന് വരുന്ന ഒരവസ്ഥ. ഒരു ചട്ടിയിൽ ഞാൻ വെളുത്തുള്ളി ഇതുപോലെ നട്ട് നോക്കിയിട്ടുണ്ട്, മുളക്കാറുണ്ട്. പക്ഷേ എനിക്കിതുവരെ വെളുത്തുള്ളി കിട്ടിയിട്ടില്ല. ബേസിൽ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ സ്മെല്ലിനാണ് ഞാനത് നട്ടിട്ടുള്ളത്. പിന്നെ വെയിൽ കാരണം ഇവരൊക്കെ ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. പൂക്കളുണ്ട്. എല്ലാം കാണുമ്പോൾ പുറത്തിറങ്ങിയാൽ നല്ലൊരു ഫീലിംഗാണ് മനസ്സിന്. അതുകൊണ്ട് തന്നെ പുറത്തൊന്ന് ഇറങ്ങിയതാണ്. ഇനി ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ നല്ലൊരു പുളിമരമുണ്ട്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ പോയിട്ട് കുറച്ച് എന്താ പറയുക, പഴുത്ത പുളിയുടെ വാസന ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ആ പുളിയൊന്ന് പൊട്ടിച്ച് തിന്നാനുള്ളൊരു കൊതിയാണ്. ഇനിയിപ്പോൾ നാളെ നോമ്പായി കഴിഞ്ഞാൽ പുളിയൊന്നും തിന്നാൻ പറ്റില്ലല്ലോ. ഞാൻ അതിന് മുൻപേ അത് കണ്ട് കൊതി വരണ്ട എന്നുള്ളൊരു ഇത് വിചാരിച്ചാണ് പുളി പൊറുക്കാൻ വേണ്ടി പോയ സമയത്ത് തന്നെ സെയിൻ കൂടെ വണ്ടിയൊക്കെ വലിച്ച് മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവനവിടെ കളിക്കട്ടെ എന്നും വിചാരിച്ച് ഞാൻ അത്യാവശ്യമൊക്കെ എനിക്ക് പുളി പൊറുക്കി കിട്ടി. എന്തായാലും കിട്ടിയ പുളിയും കൊണ്ട് എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ പുളിയൊക്കെ തൊലിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കാനുള്ളൊരു ഐഡിയ നമ്മൾ കണ്ടെത്തണം. പഴുത്ത ആ പുളിയുടെ ഒരു വാസന നല്ലൊരു വാസനയാണല്ലേ, അത് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ കയറും. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു പുളി പൊട്ടിച്ച് കഴിക്കാതിരിക്കില്ല. അത്യാവശ്യം ഒക്കെ അകത്താക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ എഫക്റ്റ് നാളെ വല്ല ബുദ്ധിമുട്ടുണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ഇനി പുളിയൊക്കെ പൊട്ടിച്ച് വെള്ളമൊക്കെ ചേർത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ കാണണമല്ലോ. അപ്പോൾ നമ്മൾ പറമ്പിൽ നിന്ന് 2 പപ്പായ എടുത്തിട്ടുണ്ട്. അതൊക്കെ തൊലി ചെത്തി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതിൽ വെച്ചിട്ട് നൂലുകളായിട്ട് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. നന്നായി അതിൽ ഒരതി നമ്മൾ ഫുള്ളായിട്ട് അത് അരിഞ്ഞെടുക്കണം. ഞാനത് കംപ്ലീറ്റ് ഇതേപോലെ ചെറിയ നൂലുകളായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ നൂലായിട്ട് നമ്മൾ നന്നായി അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാനൊരല്പം
വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് പച്ചമുളക് വെട്ടിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പുളിയുടെ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ജോയിൻ്റ് ആക്കിയതിന് ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ എൻ്റെ അടുത്തുനിന്ന് നഷ്ടമായിട്ടുണ്ട്. ഇനി ക്യാരറ്റും കാബേജും കുക്കുംബറും ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ സാലഡ് തയ്യാറാക്കി എടുക്കാനുള്ള ഒരു ചെറിയ ടിപ്സാണ് ഞാൻ കാണിച്ചു തന്നത്. എന്തായാലും സമയമൊക്കെ നീങ്ങി. ഞാൻ എൻ്റെ ചെടികളൊക്കെ നനയ്ക്കുന്ന തിരക്കിലായിരുന്നു. ചെടികൾ നനയ്ക്കുന്നതോടൊപ്പം മുറ്റത്തും വെള്ളം ഒഴിച്ച് കൊടുക്കാറാണ്. അല്ലെങ്കിൽ നമുക്ക് രാത്രി വീടിൻ്റെ അകത്തിരിക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ്. അൽഹംദുലില്ലാ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്ന സമയം നമ്മൾ നോമ്പിലായിരിക്കും. എല്ലാവർക്കും റമദാൻ ആശംസകൾ നേരുന്നു. എൻ്റെ മനസ്സിൻ്റെ വിഷമം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എടുത്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒരു പുതിയ വീഡിയോയുമായി നല്ല ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതിനോടൊപ്പം തന്നെ റമദാൻ ആശംസകൾ.